ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ സുപ്രീം കോടതിയുടെ ഭാഗമാണ് കേട്ടോ നോക്കുന്നത്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 124, 147 വരെയാണ്. നീതിന്യായ വിഭാഗമാണ് ജുഡീഷ്യറി. അപ്പം നോക്കാം. നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല കുറ്റവാളികളെ ശിക്ഷിക്കുക, നിയമസംരക്ഷണം ഉറപ്പുവരുത്തുക. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് നീതിന്യായ വിഭാഗം. രാജ്യത്ത് വ്യക്തികളും ഗവൺമെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾ ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം ഇന്ത്യയിലുണ്ട്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ വിഭാഗം ഇന്ത്യയിലുണ്ട്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധി. ഹൈക്കോടതികൾ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ജില്ലാ കോടതികൾ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നതിന്. അപ്പം സുപ്രീം കോടതി ആണെങ്കിൽ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട്. ഹൈക്കോടതികളാണെങ്കിൽ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത്. ജില്ലാ കോടതികളാണെങ്കിൽ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത്. ഇനി സബ് കോടതികൾ, മുൻസിഫ് കോടതികളാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതികളാണെങ്കിൽ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നവയാണ്. ഇനി സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നത്, വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പാണ് 124 124 സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പം ഈ ഒരു 124 സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായി മാറിയത്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തിലക് മാർഗ്. സുപ്രീം കോടതിയെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റാണ്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8 ആയിരുന്നു. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8 ആയിരുന്നു, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 34, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലാണ്. കൽക്കട്ട സുപ്രീം കോടതി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 കൽക്കട്ടയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 കൽക്കട്ടയിലാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ്. കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് മുൻകൈ എടുത്തത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൽക്കട്ട സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് സർ എലീജ ഇംപെയാണ് കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെന്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ തെളിയിക്കപ്പെട്ട ദുർവൃത്തിയും അപ്രാപ്തിയുമാണ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100 അംഗങ്ങളുടെ പിന്തുണ വേണം.
സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100 അംഗങ്ങളുടെ. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി ആണ് 1993. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട വ്യക്തിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ലോകസഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ലോകസഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് വിധേയമാക്കിയ ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് സൗമിത്ര സെൻ, 2011 കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് വിധേയമാക്കിയ ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് സൗമിത്ര സെൻ. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110001. 2013 സുപ്രീം കോടതി 11-301 അല്ലെ 11-301 2013 സുപ്രീം കോടതിക്ക് ലഭിച്ച പ്രത്യേക പിൻകോഡാണ് 110201. 110201. 2019 പോസ്റ്റൽ വകുപ്പ് 110201 എന്ന പിൻകോഡ് റദ്ദാക്കുകയും 110001 എന്ന പിൻകോഡിലേക്ക് മാറ്റുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പരിഗണിക്കുന്ന കേസുകളാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഇനി യോഗ്യത. സുപ്രീം കോടതി ജഡ്ജി ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് 10 വർഷത്തെ പരിചയം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ. ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായിട്ട് 10 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. വിരമിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുകയില്ല. വിരമിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വകയിരുത്തുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തുന്നത്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയിലെ ഏക ചീഫ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം പതഞ്ജലി ശാസ്ത്രി. സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം പതഞ്ജലി ശാസ്ത്രി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് പി സദാശിവം. കേരള ഗവർണറാണ് ആയിട്ടുള്ളത്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ചോദിച്ചാൽ അത് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് മുഹമ്മദ് ഹിദായത്തുള്ള. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണറാണ് പി സദാശിവം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദ മേനോനാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ 37ാമത്തെ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ്. വൈ വി ചന്ദ്രചൂഡാണ് കേട്ടോ. വൈ വി ചന്ദ്രചൂഡാണ്. 7 വർഷവും 5 മാസവുമാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി. ഇനി ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് കമൽ നരൈൻ സിംഗ് ആണ്. ഏറ്റവും കുറച്ചു കാലമാണെങ്കിൽ കമൽ നരൈൻ സിംഗ് ആണ്. സുപ്രീം കോടതിയുടെ 49ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഉദയ് ഉന്മേഷ് ലളിതാണ് സുപ്രീം കോടതിയുടെ 49ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ്. ഇന്ത്യയിൽ സീനിയർ അഡ്വക്കേറ്റ് പദവി ലഭിച്ച ആദ്യ വനിതയാണ് ലീല സേത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് ലീല സേത്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. കേരളത്തിൽ നിന്ന്.
സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത. സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിരിക്കെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായ ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര. അഭിഭാഷകനായിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വ്യക്തിയാണ് എസ് എം സിക്രി. സുപ്രീം കോടതി ജഡ്ജിയായ ശേഷം ലോക്സഭാ സ്പീക്കറായ വ്യക്തിയാണ് KS ഹെഗ്ഡെ. 2022 ഡിസംബറിൽ സുപ്രീം കോടതിയിൽ രൂപീകരിച്ച വനിതാ ബെഞ്ചിൽ ഉൾപ്പെട്ടവരാണ് ജസ്റ്റിസ് ഹിമ കോലിയും ജസ്റ്റിസ് ബേല M ത്രിവേദിയും. സുപ്രീം കോടതി പ്രധാന അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 124 ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. 124. അനുച്ഛേദം 124 2 സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം. അനുച്ഛേദം 124 3 എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത. അനുച്ഛേദം 124 സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചിട്ട്. ഇനി അനുച്ഛേദം 125 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ ശമ്പളം. അനുച്ഛേദം 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനം. അനുച്ഛേദം 127 സുപ്രീം കോടതി കോറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്. അനുച്ഛേദം 128 വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയിലെ സിറ്റിംഗിൽ ഉൾപ്പെടുത്തുമെന്ന് സംബന്ധിച്ച്. അനുച്ഛേദം 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പരാമർശിക്കുന്നു. അനുച്ഛേദം 130 സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. 137 സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വിധി ന്യായങ്ങളോ പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം. 144 ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത്? ആർട്ടിക്കിൾ 143 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഭരണഘടന അനുച്ഛേദം 145 3 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസിന്റെ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് 5 ആണ്. ഫിസിക്സ് ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. വൈദ്യുത താപഫലം ഉപയോഗങ്ങളാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുത ഊർജ്ജം മാറുന്നത് താപോർജ്ജമായിട്ടാണ്, ഇലക്ട്രിക് അയൺ ആയിട്ട്. ഇലക്ട്രിക് അയൺ ആണ് അതിൻ്റെ ഉദാഹരണം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് നിക്രോം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിക്രോം ആണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിക്രോമിനുണ്ടായിരിക്കേണ്ട മേന്മകളാണ് ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ ഓക്സീകരിക്കാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ്. വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിക്രോമിനുണ്ടാകുന്ന മേന്മകളാണ് ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ്. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് ഓവനിൽ താപം ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മൈക്രോവേവ്, ഇൻഡക്ഷനിൽ കുക്കറിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എഡ്ഡി കറണ്ടാണ്. ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എഡ്ഡി കറണ്ടാണ്. മൈക്രോവേവ് ഓവനിലാണെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ആണ്. ഇൻഡക്ഷൻ കുക്കർ പ്രത്യേകം ഓർത്ത് വെക്കുക, എഡ്ഡി കറണ്ട്. ഇനി താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എന്നാണ് ചോദ്യം. അപ്പം 1ഉം 2ഉമാണ്. ഇലക്ട്രിക് ഹീറ്ററും മൈക്രോവേവ് ഓവനുമാണ്, റെഫ്രിജറേറ്റർ അല്ല. ഇനി റെസിസ്റ്റിവിറ്റി ആണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഛേദ പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധം. P = എന്താണ്? റെസിസ്റ്റിവിറ്റിന്റെ ചിഹ്നമാണ് കേട്ടോ അത്. അപ്പം റെസിസ്റ്റിവിറ്റി = എന്താണ്? RA/ എന്താണ്? L ആണ്. താപനില വർദ്ധിക്കുമ്പോൾ ചാലകങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടുകയും താപനില കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ചാലകങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടുകയും താപനില കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി വ്യത്യസ്തമായിരിക്കും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ohm ആണ്. ഇനി കണ്ടക്ടിവിറ്റി നോക്കാം. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് ആ ചാലകത്തിന്റെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ ആ ഒരു ഇത് നോക്കി വെക്കുക. 1/റെസിസ്റ്റിവിറ്റിയാണ് കണ്ടക്ടിവിറ്റിയുടെ വിൽക്രമമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ.
ഇനി ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണെങ്കിൽ ഓം -1 റൈസ് ടു 1 എം റൈസ് ടു 1 ഓർ സീമെൻസ് മീറ്റർ. കണ്ടക്ടിവിറ്റിയുടേത് സീമെൻസ് മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. സീമെൻസ് പെർ മീറ്റർ. താപചാലകങ്ങളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കുവാനുള്ള കഴിവ്. ഒന്നാം പദചോടി, ഇനി SCRT ക്വസ്റ്റ്യൻ ബോൾ ആണ്. ഒന്നാം പദചോടി ബന്ധം കണ്ടെത്തി രണ്ടാം പദചോടി പൂർത്തിയാക്കുക. വൈദ്യുത ചാർജ് കൂളോം, കപ്പാസിറ്റൻസ് ഫാരഡ്. വൈദ്യുത ചാർജ് കൂളോം ആണ്, കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾക്ക് യോജിച്ചവ ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. വൈദ്യുത പ്രവാഹം, കപ്പാസിറ്റർ, ഡൈ ഇലക്ട്രോസ്കോപ്പ്, എർത്തിങ്. അതിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കുന്നതിനുള്ള സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കപ്പാസിറ്റർ ആണ് വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കുന്നതിനുള്ള സംവിധാനം. ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു. അതേതാണ്? ഇലക്ട്രോസ്കോപ്പ് ആണ് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് എർത്തിങ് ആണ്. ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനാണ് മിന്നൽ എന്ന് പറയുന്നത്. മിന്നലുള്ളപ്പോൾ ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത് എന്ന് പറയാൻ കാരണം മേഘങ്ങളിൽ സ്വരൂപിക്കപ്പെടുന്ന ചാർജ് ഉയരമുള്ള വൃക്ഷങ്ങൾ വഴി ഡിസ്ചാർജിങ് ചെയ്യുവാൻ സാധ്യത കൂടുതലാണ്. ഇനി ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നവയും നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നവയും വേർതിരിക്കുക. ഗ്ലാസ് റോഡ് സിൽക്കിൽ ഉരസുന്നു, എബനൈറ്റ് കമ്പിളിയിൽ ഉരസുന്നു. അപ്പോൾ പോസിറ്റീവ് ഗ്ലാസ് റോഡ്, കമ്പിളി. പോസിറ്റീവ് ആണെങ്കിൽ ഗ്ലാസ് റോഡ്, കമ്പിളി അല്ലേ. പോസിറ്റീവ് ഗ്ലാസ് റോഡും കമ്പിളിയുമാണ്. നെഗറ്റീവ് ആണെങ്കിൽ സിൽക്കും എബനൈറ്റുമാണ് കേട്ടോ. അത് SCRTയിലുള്ളതാണ്. ഇനി 1.5 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1.5 വോൾട്ടതയുള്ള ഒരു സെല്ല് സർക്യൂട്ടിൽ ഘടിപ്പിച്ചപ്പോൾ 1.2 വൈദ്യുതി പ്രവഹിച്ചു. 1.5 വോൾട്ട് വോൾട്ടതയുള്ള സെല്ലുകൾ ആണ് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിരുന്നതെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന് എന്തു മാറ്റം സംഭവിക്കും? അപ്പം അതിൽ വരുന്നത് വൈദ്യുത പ്രവാഹം ഇരട്ടി ആകും എന്നാണ്. ഇപ്പോൾ V = V1 + V2, V = IR എന്താണ്? ഇരട്ടി ആയാൽ ഒരു ഇരട്ടിയാകും, കാരണം R സ്ഥിരമാണ്. ഇനി സെല്ല് സമാന്തര രീതിയിലാണ് ഘടിപ്പിക്കുന്നത് എങ്കിൽ വൈദ്യുത പ്രവാഹത്തിന് മാറ്റം ഉണ്ടാകുമോ? എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇല്ല. അപ്പം സമാന്തര രീതിയും ശ്രേണി രീതിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം സമാന്തര രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? വൈദ്യുത പ്രവാഹത്തിന് മാറ്റം ഉണ്ടാകില്ല. സമാന്തര രീതിയിൽ ഒരേ EMFൽ ഉള്ള സെല്ലുകൾ ആണെങ്കിൽ ആകെ EMF സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നീളം, ഛേദതല പരപ്പളവ്, സാന്ദ്രത, റെസിസ്റ്റിവിറ്റി. അതിൽ സാന്ദ്രതയാണ് കറക്റ്റ് ആൻസർ. സർക്യൂട്ടിലെ പ്രതിരോധം മാറ്റം വരുത്തിക്കൊണ്ട് വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഉപകരണം ആണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി 5000 ഓം പ്രതിരോധമുള്ള ഒരു സോൾഡറിംഗ് അയണിൽ കൂടി 0.2 കറന്റ് പ്രവഹിക്കുന്നു എങ്കിൽ സോൾഡറിംഗ് അയണിൻ്റെ അഗ്രങ്ങൾക്കിടയിലെ വോൾട്ടത എത്ര എന്നാണ്. ഓം നിയമപ്രകാരം V = I × R ആണ്. അപ്പോൾ 500 × 0.2 എന്താണ്? 100 വോൾട്ടാണ്. ഇനി 230 വോൾട്ടതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീറ്ററിൽ കൂടി 10A വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഹീറ്റർ കോയിലിൻ്റെ പ്രതിരോധം കണക്കാക്കുക. അപ്പോൾ ഓം നിയമം V/I ആണ്. 230/10 23 ഓം ആണ്. ഒരു സർക്യൂട്ടിൽ കൂടി 40 കൂളോം ചാർജ് 8 സെക്കൻഡ് സമയത്തേക്ക് ഒഴുകിയാൽ സർക്യൂട്ടിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം എത്രയാകും എന്നാണ് ക്വസ്റ്റ്യൻ. I എന്താണ്? Q/T. 40/8 5A ആണ് ആൻസർ വരുന്നത്. ഇനി ചിത്രം നിരീക്ഷിക്കുക. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ ബൾബിനുള്ള വോൾട്ടേജ് അളക്കാൻ ബൾബും വോൾട്ട് മീറ്ററും സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് ഘടിപ്പിക്കുന്നത്? ശ്രേണി രീതിയാണോ സമാന്തര രീതിയാണോ എന്നാണ്. അത് സമാന്തര രീതിയിലാണ് അല്ലേ. സമാന്തര രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് അളക്കാൻ? ബൾബും വോൾട്ട് മീറ്ററും ഘടിപ്പിക്കുന്നത് കേട്ടോ. ബൾബും വോൾട്ട് മീറ്ററും ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്നാണ്. അത് സമാന്തര രീതിയിലാണ്. സർക്യൂട്ട് കറണ്ട് അളക്കാൻ ഒരു അമ്മീറ്റർ ഘടിപ്പിക്കണമെങ്കിൽ അത് ഏത് രീതിയിൽ ഘടിപ്പിക്കണം എന്നാണ്. അത് ശ്രേണി രീതിയിലാണ് കേട്ടോ. അപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ ഘടിപ്പിക്കണമെങ്കിൽ ഏത് രീതിയിൽ ഘടിപ്പിക്കണം? അത് ശ്രേണി രീതിയിലാണ്. ഇനി നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. കെമിസ്ട്രിയിൽ മറ്റ് ലോഹങ്ങൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അലുമിനിയത്തിൻ്റെ ലോഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ്. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? അത് അലുമിനിയമാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം
വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം കോപ്പറാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം കോപ്പറാണ്. സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലുമിനിയമാണ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലുമിനിയമാണ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അൽനിക്കോ. ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം അൽനിക്കോയാണ്. അലുമിനിയത്തിന്റെ നീലനിറത്തിലുള്ള ധാതു ലാപ്പിസ് ലസൂലിയാണ്. ലാപ്പിസ് ലസൂലിയാണ് അലുമിനിയത്തിന്റെ നീലനിറത്തിലുള്ള ധാതു. അലുമിനിയത്തിന്റെ നീലനിറത്തിലുള്ള ധാതുവാണ് ലാപ്പിസ് ലസൂലി. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുന്ന നീലയായി ഉപയോഗിക്കുന്നത് ലാപ്പിസ് ലസൂലിയാണ്. പ്രകൃതിയാലുള്ള അലുമിനോ സിലിക്കേറ്റുകളാണ് മൈക്കയാണ്. പ്രകൃതിയാലുള്ള അലുമിനോ സിലിക്കേറ്റുകളാണ് മൈക്ക. താപം കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുതി കടത്തിവിടാത്തതുമായ ധാതുവാണ് മൈക്ക. താപം കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുതി കടത്തിവിടാത്തതുമായ ധാതുവാണ് മൈക്ക. രാസനാമങ്ങൾ മരതകം, ബെറിലിയം, അലുമിനിയം സിലിക്കേറ്റ്. ബെറിലിയം, അലുമിനിയം സിലിക്കേറ്റ് ആണ് മരതകം. ഇന്ദ്രനീലം, അലുമിനിയം ഓക്സൈഡ്. ഇന്ദ്രനീലം, അലുമിനിയം ഓക്സൈഡ്. പുഷ്യരാഗം, അലുമിനിയം ഓക്സൈഡ്. പുഷ്യരാഗം, അലുമിനിയം ഓക്സൈഡ്. ഗോമേദകം, അലുമിനിയം ഫ്ലൂറിൻ സിലിക്കേറ്റ്. ഗോമേദകം, അലുമിനിയം ഫ്ലൂറിൻ സിലിക്കേറ്റ്. ക്ഷീരസ്ഫടികം, ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് ക്ഷീരസ്ഫടികം. അലുമിനിയത്തിന്റെ ശുദ്ധരൂപങ്ങളാണ് റൂബി, സഫയർ. രത്നങ്ങളാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബെറ്റോസ് ആണ്. അഗ്നിശമനികളിൽ ഉണ്ടായിരിക്കുന്ന അലുമിനിയം സംയുക്തമാണ് ആലം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് ആലം. ആലം എന്നത് അലുമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റ് ആണ്. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മോർഡന്റ് ആണ്. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മോർഡന്റായി ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് ആലം. അലുമിനിയത്തിന്റെ നിർമ്മാണം. അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾഡ് പ്രക്രിയയാണ്. അലുമിനിയം വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഹാൾ ഹെറൗൾഡ് പ്രക്രിയയാണ്. അലുമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾഡ് പ്രക്രിയ. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന 2 ഘട്ടങ്ങളാണ് ബോക്സൈറ്റിന്റെ സാന്ദ്രീകരിച്ച അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണം. അലുമിനിയത്തിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന മാർഗ്ഗമാണ് വൈദ്യുത വിശ്ലേഷണം. അലുമിനിയത്തിന്റെ ക്രിയാശീലം വളരെ കൂടുതലായതിനാൽ അലുമിനിയെ വൈദ്യുത ഉപയോഗിച്ച് നിരോക്സീകരിച്ചാണ് അലുമിനിയം നിർമ്മിക്കുന്നത്. അലുമിനിയത്തിന് ക്രിയാശീലം വളരെ കൂടുതലായതിനാൽ അലുമിനിയെ വൈദ്യുതി ഉപയോഗിച്ചാണ് നിരോക്സീകരിച്ചാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത്. ബോക്സൈറ്റിന്റെ സാന്ദ്രണം. ബോക്സൈറ്റ് ലീച്ചിങ്. അപ്പം ചൂടുള്ള NaOH ലായനിയിൽ ലയിപ്പിക്കുന്നു. ബോക്സൈറ്റ് സോഡിയം അലുമിനേറ്റ് ആയി NaOAl2 ആയി മാറുന്നു. അരിച്ചു മാറ്റിയ ലായനിയിൽ അല്പം അവക്ഷിപ്തവും AlOH3 ജലവും ചേർത്ത് ഇളക്കുന്നു. അവക്ഷിപ്തം AlOH3 ആണ്. അരിച്ചു മാറ്റി ചൂടാക്കുന്നു. അലുമിന AlO3 ആണ്. അലുമിനയുടെ വൈദ്യുത വിശ്ലേഷണം. ആനോഡ് കാർബൺ ദണ്ഡും കാഥോഡ് കാർബൺ ലൈനിങ്ങുമാണ്. കാർബൺ ലൈനിങ് ആണ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ്. ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയവും ആണ് ഇലക്ട്രോലൈറ്റ്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം 2- ആണ്. ഇനി O2 + 4 ഇലക്ട്രോൺ അല്ലേ, മൈനസ് ആണ്. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം Al3 + 3 ഇലക്ട്രോൺ മൈനസ് അല്ലേ. അപ്പം ഗ്യൂസ് Al ആയി മാറുന്നു. ഇനി അലുമിനിയം ഓക്സൈഡ് ആണ്. ബോക്സൈറ്റ് അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ്. ബോക്സൈറ്റ് അലുമിനിയം ഓക്സൈഡ്. ടിന്ന് ലെഡ്. ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് ടിന്നും ലെഡും. സോൾഡറിംഗ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് ടിന്ന് ലെഡ്. ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് ടിന്ന് ലെഡ്. സോൾഡറിംഗ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് 60% ടിന്നും 40% ലെഡും. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ്.
ഇനി കറുത്തിയം ലെഡും വെളുത്തിയം ടിന്നുമാണ്. കറുത്തിയം എന്ന് പറയുന്നത് ലെഡും വെളുത്തിയം ടിന്നുമാണ്. പെട്രോളിൻ്റെ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റായി ചേർക്കുന്നത് ലെഡാണ്. പെട്രോളിൽ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റായി ചേർക്കുന്നത് ലെഡാണ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ലെഡ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ലെഡാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. ലെഡ് ലയിക്കുന്ന ആസിഡുകളാണ് നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്നിവ. ലെഡ് ലയിക്കുന്ന ആസിഡുകളാണ് നൈട്രിക് ആസിഡും അസറ്റിക് ആസിഡും. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് ലെഡാണ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളപ്പെടുന്ന ലോഹം ലെഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. വാഹനങ്ങളിൽ ഇൻവെർട്ടർ, UPS എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ല് ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. വാഹനങ്ങൾ, ഇൻവെർട്ടർ, UPS എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ല് ലെഡ് സ്റ്റോറേജ് സെല്ല്. ഇവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെഡ് സംയുക്തമാണ് ലെഡ് ക്രോമേറ്റ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെഡ് സംയുക്തം ലെഡ് ക്രോമേറ്റ് ആണ്. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണമുള്ള വസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ്. ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്ന് പറയുന്നത് ടൈറ്റാനിയമാണ്. അത്ഭുത ലോഹം എന്ന് പറയുന്നതും ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം, അത്ഭുത ലോഹം ടൈറ്റാനിയം. വിമാനത്തിൽ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയമാണ്. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ആണ്. പെയിന്റിൽ വെളുത്ത പിഗ്മെന്റായി ഉപയോഗിക്കുന്ന സംയുക്തം ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ആണ്. ഇരുമ്പിനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹം ഇരുമ്പാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം ഇരുമ്പാണ്. അന്തരീക്ഷവായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇരുമ്പ് രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് അയേൺ ഓക്സൈഡ് എന്നാണ്. വ്യവസായശാലകൾ. പെട്രോളിയം, കൽക്കരി വ്യവസായശാലകളിൽ നിന്നും ബഹിർഗമിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നീ വിഷവാതകങ്ങൾ ശ്വസിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബൺ. എയർ കണ്ടീഷണറുകൾ, റെഫ്രിജറേറ്ററുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കൽ എന്നിവയിൽ നിന്നും പുറന്തള്ളുന്ന CFC അൾട്രാവയലറ്റ് കിരണങ്ങൾ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടാക്കുന്നു. വനനശീകരണം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണത്തിന്റെ ഭാഗമായി വനപ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയും ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. പ്രകൃതി പ്രതിഭാസങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കാട്ടുതീ, പൊടിക്കാറ്റുകൾ, ജൈവ വസ്തുക്കളുടെ അഴുകൽ തുടങ്ങിയവ മൂലം അന്തരീക്ഷത്തിലെ വായു മലിനീകരിക്കപ്പെടുന്നു. അന്തരീക്ഷത്തിലെ മലിനമാകുന്ന 6 മലിനീകാരികളാണ് ക്രൈറ്റീരിയ പൊല്യൂഷൻസ് എന്നറിയപ്പെടുന്നു. ക്രൈറ്റീരിയ പൊല്യൂഷൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നവ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, ഭൂതല നിരപ്പിലെ ഓസോൺ, വായുവിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങൾ. കാർബൺ മോണോക്സൈഡ് നോക്കാം. ആന്തരിക ജ്വലന യന്ത്രത്തിൽ എക്സ്ഹോസ്റ്റിലൂടെയും ഇന്ധനങ്ങളുടെ അപൂർവ ജ്വലനത്തിന്റെ ഭാഗമായും പുറന്തള്ളപ്പെടുന്ന വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുവാനുള്ള ഓക്സിജൻ വേണ്ടത്ര ലഭിക്കാതാവുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. ഗാഢത കൂടിയാൽ ഈ വാതകം മനുഷ്യനും മൃഗങ്ങൾക്കും വിഷമായി മാറുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുകയും അത് രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ CFC കൂളന്റായും എയറോസോൾ കാനിലും ഉപയോഗിക്കുന്നു. ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്നതിനാൽ CFCയുടെ ഉപയോഗം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2 ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, കൽക്കരി ജ്വലനം എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന വാതകം. പ്രകൃതിയിൽ കാട്ടുതീ, ഇടിമിന്നൽ, ഉയർന്ന ഊർജ്ജമുള്ള റേഡിയേഷനുകൾ എന്നിവയിൽ നിന്നും ഈ വാതകം ഉത്ഭവിക്കുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് പ്രധാന ഉറവിടം അഗ്നിപർവ്വത സ്ഫോടനം, മനുഷ്യനിർമ്മിത സ്രോതസ്സുകൾ, താപനിലയങ്ങൾ, പെട്രോളിയം വ്യവസായങ്ങൾ,
മോട്ടോർ വാഹനങ്ങൾ, ലോഹ അയിര്, ഉരുക്കൽ തുടങ്ങിയവ ഉറവിടങ്ങളിൽ നിന്നും പുകമഞ്ഞ്, അമ്ലമഴ തുടങ്ങിയവ ഉണ്ടാകുവാൻ കാരണമാകുന്നു. അടുത്തതായിട്ട് ലെഡാണ്. ലെഡ് പെട്രോൾ, ഡീസൽ, ലെഡ് ബാറ്ററികൾ, പെയിന്റുകൾ എന്നിവയിൽ കാണപ്പെടുന്നു. നാഡീവ്യൂഹത്തിന് തകരാറും ദഹന പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. കണികാ മലിനീകരണം, വ്യവസായശാലകൾ, വാഹനങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവയാണ് കണികാ മലിനീകരണത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ. ഈ കണികകൾ ശ്വാസകോശത്തിനുള്ളിൽ എത്തുന്നതിലൂടെ ന്യൂമോണിയാസിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നു. വായുവിലെ കണികകളായ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് ഏറ്റവും ഫലവത്തായ ഉപകരണം ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ ആണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അഭിപ്രായ പ്രകാരം 2.5 മൈക്രോമീറ്ററോ അതിൽ കുറവോ ഡയമീറ്റർ ഉള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളെ വേർതിരിക്കാൻ കഴിവുള്ള ഉപകരണമാണ് സ്ക്രബ്ബർ. മിക്സഡ് ക്ലോറോ ഹൈഡ്രോകാർബൺ ആണ് ഫ്രിയോൺ. മിക്സഡ് ക്ലോറോ ഹൈഡ്രോകാർബൺ ആണ് ഫ്രിയോൺ എന്ന് പറയുന്നത്. ഹൈഡ്രോഫ്ലൂറോ കാർബൺ നോക്കാം. ഫ്ലൂറിൻ അടങ്ങിയ ഓർഗാനിക് പദാർത്ഥമാണ്. CFCക്ക് പകരമായി റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷനുകളിലും ഉപയോഗിക്കുന്നു. CFCയുടെ അത്രയും ദോഷം HFC കാരണം ഓസോണിന് ഉണ്ടാകുന്നില്ല. ഓസോൺ വിടവ് കണ്ടെത്തിയ വർഷം 1985. ഓസോൺ ശോഷണമുണ്ടാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തരേന്ത്യൻ സമുദ്രം എന്നിവിടങ്ങളിൽ മൂടുന്ന മലിന വായുവിൻ്റെ പാളി ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ്. വായു മലിനീകരണത്തിന്റെ ദോഷങ്ങൾ. അമ്ലമഴ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ അമ്ലവാതകങ്ങളിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണമാണ് ആസിഡ് മഴയ്ക്ക് കാരണം. ഹിമധൂമിക. വിഷവാതകങ്ങളായ ഹൈഡ്രജൻ ഓക്സൈഡുകൾ, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ മൂടൽമഞ്ഞിന്റെയും സൂര്യപ്രകാശത്തിന്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിപ്പിച്ച് സ്മോഗ് ഉണ്ടാകുന്നു. വ്യാവസായിക നഗരങ്ങളിൽ വായു മലിനീകരണം ഉണ്ടാകുന്ന ഒരു ഘട്ടമാണിത്. സ്മോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ ഹെൻറി ആന്റോയിൻ ഡെസ് വോക്സ് ആണ്. വിവിധ തരം സ്മോഗുകളുണ്ട്. സൾഫ്യൂരിയസ് സ്മോഗ്, ലെൻസ് സ്മോഗ് എന്നറിയപ്പെടുന്നു. വായുവിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ അതീവ സാന്ദ്രത മൂലം രൂപം കൊള്ളുന്നു. ഫോട്ടോ കെമിക്കൽ സ്മോഗ്. സൂര്യപ്രകാശത്തിൽ നൈട്രജൻ ഓക്സൈഡിന്റെയും ഓസോണിന്റെയും പെറോക്സി അസറ്റൈൽ നൈട്രേറ്റിന്റെയും രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്നു. പുകമഞ്ഞിൽ ഉള്ള പാൻ കണ്ണുകൾക്കും രാസനാളങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഭൂനിരപ്പിലുള്ള ഓസോൺ മനുഷ്യർക്കും സസ്യങ്ങൾക്കും ഒരുപോലെ അപകടകരമാണ്. വൻ നഗരങ്ങളിലെ വായു മലിനീകരണത്തിനുള്ള പ്രധാന കാരണം വാഹനങ്ങളാണ്. വായു മലിനീകരണം അളക്കാനുള്ള യൂണിറ്റുകൾ എയർ ക്വാളിറ്റി. വായുവിൻ്റെ ഗുണനിലവാരം സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്സ് പെർ മില്യണിലാണ്. മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ. പാർട്സ് പെർ മില്യൺ. അപ്പം എയർ ക്വാളിറ്റി സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്സ് പെർ മില്യണിലും മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്ററിലും പാർട്സ് പെർ ബില്യണിലുമാണ്. ദേശീയ വായു ഗുണനിലവാര സൂചികയിൽ പരിഗണിക്കുന്ന 8 മലിനീകാരികളാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഓസോണ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ, ലെഡ്. സൂചകങ്ങൾ. ലൈക്കനുകളും മോസും വായു മലിനീകരണം സൂചിപ്പിക്കാൻ സഹായിക്കുന്നു. SO2 മൂലമുള്ള വായു മലിനീകരണം സംഭവിച്ചിടത്ത് ലൈക്കൻ, മോസ് തുടങ്ങിയ സസ്യങ്ങൾ വളരില്ല. മറ്റു വസ്തുതകൾ. ശുദ്ധവായു ശ്വസിക്കാനായി 2019 ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. ഓക്സി പ്യൂവർ. ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് നാസിക് റെയിൽവേ സ്റ്റേഷൻ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 2 ആണ്. ഏത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ആചരിക്കുന്നത്? 1984 ഭോപ്പാൽ ദുരന്തം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. ആദ്യ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ദിനമായി UN ആചരിച്ചത് 2020 സെപ്റ്റംബർ 7. US എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ 2020 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണ നഗരം ലാഹോറാണ്. പാകിസ്ഥാൻ രണ്ടാമത് ഡൽഹി. IQ എയർ വിഷ്വലിന്റെ 2019 റിപ്പോർട്ട് പ്രകാരം 2019 ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരം എന്ന് പറയുന്നത് ഗാസിയാബാദ്, ഇന്ത്യ. ജലമലിനീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിലാട്ടോ നോക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്
മലയാളമാണ്. മലയാളത്തിൽ സമാസം, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും എന്നുള്ള ഭാഗത്തിൽ സമാസമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. വിഭക്തിക്കുറി കൂടാതെ പദപ്രയോഗം സമാസമാം. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. കേരള പാണിനിയിൽ നിന്നുള്ളതാണ്. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്തെഴുതുന്നതിന് സമാസം എന്ന് പറയുന്നു. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദാർത്ഥങ്ങളെ ചേർത്തെഴുതുന്നതിന് സമാസം എന്ന് പറയുന്നു. കിളി, കൂട് എന്ന പദങ്ങൾ സമാസിക്കുമ്പോൾ ചേർത്തെഴുതുമ്പോൾ കിളിക്കൂട് എന്നാകും. കിളിയുടെ കൂട് എന്നാണ് വിഗ്രഹിക്കേണ്ടത്. കിളി എന്നത് പൂർവ്വപദവും കൂട് എന്നത് ഉത്തരപദവുമാണ്. വാക്കുകൾക്കിടയിലെ പ്രത്യയങ്ങൾ ഉപേക്ഷിച്ച് സൗകര്യത്തിനും എളുപ്പത്തിനും ഒറ്റ വാക്കാക്കുന്നു. പദങ്ങളെ ഇങ്ങനെ ചേർക്കുന്ന പ്രവർത്തനമാണ് സമാസിക്കൽ. സമാസിച്ചെഴുതുന്ന ഒറ്റപ്പദത്തെ സമസ്ത പദം എന്നും പറയുന്നു. രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർത്തും സമസ്ത പദം ഉണ്ടാക്കാം. സമസ്ത പദത്തെ ഒരു അർത്ഥം കിട്ടുന്ന വിധത്തിൽ ഘടകപദങ്ങളായി പ്രത്യയങ്ങളൊക്കെ ചേർത്ത് എഴുതുന്നതിനെ വിഗ്രഹിക്കൽ എന്ന് പറയുന്നു. വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന വാക്യമാണ് വിഗ്രഹവാക്യം. പൂർവ്വപദവും ഉത്തരപദവും നോക്കാം. രണ്ടോ അതിലധികമോ പദങ്ങളെ സമസ്ത പദങ്ങളിൽ ഉണ്ടാകും. സമാസത്തിലെ ആദ്യ പദം പൂർവ്വപദം, ഒടുവിലത്തേത് ഉത്തരപദം, ഇടയിൽ വരുന്നത് മധ്യമപദം. ഇത് സമസ്ത പദത്തിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ഉദാഹരണം: രാജ്യസ്നേഹം സമസ്ത പദം, രാജ്യത്തോടുള്ള സ്നേഹം വിഗ്രഹാർത്ഥം. രാജ്യം പൂർവ്വപദം, സ്നേഹം ഉത്തരപദം. തീവണ്ടി സമസ്ത പദം, തീയാൽ ഓടുന്ന വണ്ടിയാണ് വിഗ്രഹം. ഇനി തീ പൂർവ്വപദമാണ്, ഓടുന്ന മധ്യമപദവും വണ്ടി ഉത്തരപദവുമാണ്. ഇവിടെ പൂർവ്വ മധ്യമ ഉത്തരപദങ്ങൾ സമസ്ത പദത്തിൽ വന്നിട്ടുണ്ട്. ഇനി നാമസമാസമാണ് ക്രിയാസമാസം. പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾ നാമം മാത്രമായാൽ നാമസമാസമാണ്. പദത്തെ വിഗ്രഹിക്കുമ്പോൾ ഇനി നാമസമാസം ക്രിയാസമാസമാണ് നോക്കുന്നത്. പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾ നാമം മാത്രമായാൽ നാമസമാസം. ഇപ്പോൾ ഗംഗ, നദി, ആൽമരം എന്നിവ ഉദാഹരണങ്ങളാണ്. ഗംഗ, നദി, ആൽമരം എന്നിവ നാമപദങ്ങളാണ്. അപ്പോൾ ഗംഗ, നദി, ആൽ, മരം എന്നിവ നാമപദങ്ങളാണ്. പൂർവോത്തര പദങ്ങളിൽ നിന്നും ക്രിയയായിരുന്നാൽ അതിനെ ക്രിയാസമാസം എന്ന് പറയുന്നു. ആട്ടുതൊട്ടിൽ ആണ് ഉദാഹരണം. അവ്യയീഭാവൻ, തൽപുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ എന്നിങ്ങനെ സമാസം 4 വിധമുണ്ട്. അവ്യയീഭാവനിൽ പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭാവൻ. അപ്പോൾ പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭാവൻ. മലയാള ഭാഷയിൽ ഇല്ല എന്ന കേരള പാണിനി പറയുന്ന സമാസമാണിത്. അപ്പോൾ അവ്യയീഭാവൻ എന്നത് മലയാള ഭാഷയിൽ ഇല്ല എന്ന് കേരള പാണിനി പറയുന്നു. പ്രതിവർഷം എന്ന് സമാസിച്ചുണ്ടായ വാക്കിന് പ്രതി എന്ന പൂർവ്വപദവും വർഷം എന്ന ഉത്തരപദവുമാണ്. വർഷം തോറും എന്നാണ് വാക്കിനർത്ഥം. പ്രതി എന്ന പദത്തിനാണ് ഇവിടെ പ്രാധാന്യം. വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളിൽ ഉത്തരപദം ആദ്യം വരികയും പൂർവ്വപദത്തിൻ്റെ അർത്ഥം പിന്നാലെ വരികയും ചെയ്യുന്നു. സംസ്കൃതത്തിലെ ഉപസർഗങ്ങൾ ആദ്യ പദമായി വരും. ഉദാഹരണം: യഥോചിതം ഉചിതം പോലെ, യഥോചിതം ഉചിതം പോലെ. അനുചിതം ഉചിതമല്ലാത്തത്, സസ്നേഹം സ്നേഹത്തോടെ. ഇനി തൽപുരുഷനാണ്. ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. വിശേഷണമായ പൂർവ്വപദം വിശേഷ്യമായ ഉത്തരപദത്തോട് ചേരുകയും ആ ഉത്തരപദത്തിന് പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യുന്ന സമാസമാണ് തൽപുരുഷൻ. പുഷ്പബാണം, ഇവിടെ ഉത്തരപദമായ ബാണം എന്ന പദത്തിനാണ് പ്രാധാന്യം. പുഷ്പം കൊണ്ടുള്ള ബാണം എന്നതാണ് സമസ്ത പദത്തിന് അർത്ഥം. അപ്പോൾ പൂമണം, പൂവിൻ്റെ മണം. നദിക്കര, നദിയുടെ കര. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം. മാങ്ങാക്കറി, മാങ്ങയാൽ ഉണ്ടാക്കിയ കറി. പൂർവ്വപദത്തോട് ചേർന്നിരിക്കുന്ന വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസങ്ങളെ 7ആയിട്ട് തരംതിരിക്കാം. നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, സംയോജിക തൽപുരുഷൻ, ഉദ്ദേശിക തൽപുരുഷൻ, പ്രയോജിക തൽപുരുഷൻ, സംബന്ധിക തൽപുരുഷൻ, ആധാരിക തൽപുരുഷൻ. അപ്പോൾ നിർദ്ദേശിക തൽപുരുഷനിൽ വിഗ്രഹിക്കുമ്പോൾ നിർദ്ദേശഭക്തിയിൽ വരുന്നവയാണ്. അതിന് പ്രത്യയമില്ലാത്തതിനാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനോട് എന്ന സവ്യയം ചേർത്തിരിക്കുന്നു. കേരളം എന്ന ദേശം. കാളിദാസ കവി, കാളിദാസൻ എന്ന കവി. പ്രതിഗ്രാഹിക തൽപുരുഷനിൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ പൂർവ്വപദത്തിന് എ എന്ന പ്രത്യയം ചേർന്നു വരുന്നത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. ഘടകപദങ്ങളിലെ പൂർവ്വപദം പ്രതിഗ്രാഹിക വിഭക്തിയിൽ വരുന്നു. ഉദാഹരണം: പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. മൺകോരുക, മണ്ണിനെ കോരുന്നത്. രാജ്യഭരണം, രാജ്യത്തെ ഭരിക്കുന്നത്. സംയോജിക തൽപുരുഷനിൽ വിഗ്രഹിക്കുമ്പോൾ ഓട് എന്ന സംയോജിക വിഭക്തി പ്രത്യയം പൂർവ്വപദത്തിൽ കാണുന്നത് സംയോജിക തൽപുരുഷനാണ്. മദ്യാസക്തി, മദ്യത്തോട് ആസക്തി. രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹം. ഉദ്ദേശിക തൽപുരുഷൻ ഖ്, ന് എന്നീ ഉദ്ദേശിക വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വിഗ്രഹിക്കുന്നു. പിതൃതർപ്പണം, പിതൃകൾക്ക് തർപ്പണം. നയന, ആകർഷണം, നയനത്തിന് ആകർഷമാകുന്നത്. ഇനി 5ാമത്തേത് പ്രയോജിക തൽപുരുഷനാണ്. ആൽ എന്ന പ്രയോജിക വിഭക്തി പ്രത്യയം ചേർന്ന് വിഗ്രഹിക്കുന്നു. പൂപ്പന്തൽ, പൂവാൽ തീർത്ത പന്തൽ. 2 നാമങ്ങളെ ആൽ എന്ന വിഭക്തി പ്രത്യയം കൊണ്ട് ചേർത്തിരിക്കുന്നു. ഉദാഹരണം: വെണ്ണക്കൽ കൊട്ടാരം, വെണ്ണക്കല്ലാൽ നിർമ്മിച്ച കൊട്ടാരം.
വെണ്ണക്കല്ലാൽ നിർമ്മിച്ച കൊട്ടാരം. ഇനി സംബന്ധിക തൽപുരുഷനാണ്. ഉടെ, ന്റെ എന്നീ സംബന്ധിക വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് വിഗ്രഹിക്കുന്നു. തടി കഷ്ണം, തടിയുടെ കഷ്ണം. പ്രകൃതി വിലാസം, പ്രകൃതിയുടെ വിലാസം. രാമബാണം, രാമന്റെ ബാണം. പാറപ്പൊടി, പാറയുടെ പൊടി. മനസ്സിണക്കം, മനസ്സിന്റെ ഇണക്കം. ആധാരിക തൽപുരുഷൻ ഇല്ല്, കല്ല് എന്നീ ആധാരിക വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വിഗ്രഹിക്കുന്നു. ഉദാഹരണം: മലക്കയറ്റം, മലയിൽ കയറ്റം. പുഴമീൻ, പുഴയിലുള്ള മീന്. വിഭക്തിക്കുറി ഇല്ലാത്ത തൽപുരുഷ സമാസത്തെ ആറായി തിരിക്കുന്നു. കർമ്മധാരായൻ, ദിഗുസമാസം, സമാഹാര ദിഗുസമാസം, ഉപമിത തൽപുരുഷൻ, രൂപക തൽപുരുഷൻ, മധ്യമ പദലോപി. അപ്പോൾ ഇത്രയുമാണ് കർമ്മധാരായനിൽ ഉത്തരപദത്തിന് പ്രാധാന്യമായിട്ടുള്ള തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന ഇടനില വരുന്നതാണ് കർമ്മധാരായൻ. പൂർവ ഉത്തര പദങ്ങളിൽ പൂർവപദം ഉത്തരപദത്തിൻ്റെ സ്വഭാവമായി വരുന്നതാണ് കർമ്മധാരായൻ. നീലാകാശം, നീല ആയ ആകാശം. നീലാകാശം, നീല ആയ ആകാശം. മഞ്ഞപ്പട്ട്, മഞ്ഞയായ പട്ട്. സൗമ്യശീലം, സൗമ്യമായ ശീലം. വീരവനിത, വീരയായ വനിത. ഇനി ഉദാഹരണം: മഹർഷി, മഹാനായ ഋഷി. പീതാംബരം, പീതമായ അംബരം. ദിവ്യശക്തി, ദിവ്യമായ ശക്തി. ഇത്രയുമാണ് ദിഗ്ഗു സമാസത്തിൽ സംഖ്യ ചേർത്ത് കാണപ്പെടുന്നു. ഉത്തര പദാർത്ഥ പ്രധാനം. ദിനാവൻ, മൂപ്പാര്. ദിഗു സമാസം സംഖ്യ ചേർത്ത് കാണപ്പെടുന്നു. ഉത്തര പദാർത്ഥ പ്രധാനം. ദിനാവൻ, മൂപ്പാര്. 1000 ആണ്ട്. പഞ്ചലോഹം, ചതുർവേദം. പൂർവപദം സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം: ഏകദിനം എന്ന് പറയുന്നത് ഒരു ദിനം. ദ്വിഭാഷ, 2 ഭാഷ. ത്രിദോഷങ്ങൾ, 3 ദോഷങ്ങൾ. സമാഹാര ദിഗു സമാസം പൂർവപദം സംഖ്യയായിട്ടുള്ളതും ബഹുവചന രൂപത്തിലുള്ളതുമായ ഉത്തര പദാർത്ഥ പ്രധാനമായ സമാസമാണ്. നാൻമറകൾ, 4 മറകൾ. നാൻമറകൾ, 4 മറകൾ. സപ്തർഷികൾ, 7 ഋഷികൾ. നവരത്നങ്ങൾ, 9 രത്നങ്ങൾ. ഉപമിത തൽപുരുഷനാണ് അടുത്തതായിട്ടുള്ളത്. ഉപമിത സമാസം ഉപമാനവും ഉപമേയവും ചേർന്ന് വരുന്നത്, അല്ലെങ്കിൽ പൂർവോത്തര പദങ്ങൾ സാദൃശ്യം സൂചിപ്പിക്കും വിധം സമാസിക്കുന്നത്. പോലെ എന്ന ഇടനില. പൂമേനി, പൂ പോലെയുള്ള മേനി. പൂവുടൽ, പൂ പോലെയുള്ള ഉടല്. ശിലാഹൃദയം, ശില പോലുള്ള ഹൃദയം. അതുപോലെ തന്നെ പത്മലോചനം. ഇനി ഉദാഹരണം: കുടപ്പന, കുടപ്പോലെയുള്ള പന. തേൻമൊഴി, തേൻ പോലെയുള്ള മൊഴി. മലർ ചേവടി, മലർ പോലെയുള്ള ചേവടി. രൂപക തൽപുരുഷനാണ് അടുത്തത്. അതിലെ രൂപക സമാസം പൂർവ്വ ഉത്തരപദങ്ങൾ അഭേദ അർത്ഥത്തിൽ സമാസിക്കുന്നത് ആകുന്നു എന്ന പദമാണ് രൂപക തൽപുരുഷനിലെ ഇടനില. മിഴിപ്പൂക്കൾ, മിഴികളാകുന്ന പൂക്കൾ. കാലാഹി, മുഖസരോജം. പദാത്മം, പൂർവ്വപദം വർണ്യവും ഉത്തരപദം അവർണ്യവുമായിരിക്കും. അടുത്തത് ഉദാഹരണം: മനോദർപ്പണം, മനസ്സാകുന്ന ദർപ്പണം. കൈത്തളിർ, കയ്യാകുന്ന തളിര്. മധ്യമ പദലോപി. വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമ പദം ലോപിക്കുന്ന സമാസം. തൽപുരുഷനിലെ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ആയ, ഉള്ള എന്ന പോലെ തുടങ്ങിയ ഗതികളും ചേർക്കുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇതുകൊണ്ട് മാത്രം അർത്ഥം പൂർണ്ണമാകണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ വേറെ ചില ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അത്തരം സമാസമാണ് മധ്യമ ലോപി. ഉദാഹരണം: അടുത്തത് മധ്യമ പദലോപി. വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമ പദം ലോപിക്കുന്ന സമാസം. തൽപുരുഷനിലെ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ആയ, ഉള്ള എന്ന പോലെ തുടങ്ങിയ ഗതികളും ചേർക്കുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇതുകൊണ്ട് മാത്രം അർത്ഥം പൂർണ്ണമാകണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ വേറെ ചില ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അത്തരം സമാസമാണ് മധ്യമ പദലോപി. ഉദാഹരണം: മുണ്ടുപെട്ടി, മുണ്ട് വയ്ക്കാനുള്ള പെട്ടി. ആവിക്കപ്പൽ, ആവിവണ്ടി. തണൽ മരം. ഉദാഹരണം: തീപ്പെട്ടി, തീ കത്തിക്കാനുള്ള പെട്ടി. എലിവിഷം, എലിയെ കൊല്ലുന്നതിനുള്ള വിഷം. മണ്ണെണ്ണ, മണ്ണിൽ നിന്നും ലഭിക്കുന്ന എണ്ണ. തീവണ്ടി, തീ കൊണ്ട് ഓടുന്ന വണ്ടി. ബഹുവ്രീഹി സമാസം. അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് ബഹുവ്രീഹി. പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അവ കൊണ്ട് സൂചിതമാകുന്ന മറ്റൊന്നിന് പ്രാധാന്യം വരുന്ന സമാസമാണ്. താമരക്കണ്ണൻ, താമരയുടെ ഇതൽ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ. ആരോ അവൻ ശ്രീകൃഷ്ണനാണ്. പത്മനാഭൻ, അംബുജാക്ഷൻ, നളിനമുഖി. ഉദാഹരണം: നീലകണ്ഠൻ, നീലയായ കണ്ഠമുള്ളവനാരോ അവൻ ശിവൻ. ഗജനാനൻ, ഗജത്തിൻ്റെ ആനനമുള്ളവൻ ഗണപതി. പീതാംബരൻ, പീതമായ അമ്പരത്തോടു കൂടിയവൻ ശ്രീകൃഷ്ണൻ. ദ്വന്ദ്വ സമാസം ഉഭയപദങ്ങളുടെ പൂർവോത്തര അർത്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യം. കൈകാലുകൾ, കയ്യും കാലും. രാപ്പകൽ, ഗംഗ, യമുന. കൈക്കനികൾ. വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഓ ചേർന്നു വരുന്നു. 2-ലധികം പദങ്ങളും സമാസിക്കാറുണ്ട്. പുത്രമിത്രകൾ, അത്രാദി. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ഇത് സമാഹാര ദ്വന്ദ്വൻ.
ഉദാഹരണം ചരാചരങ്ങൾ ചരവും അചരവും, മാതാപിതാക്കൾ മാതാവും പിതാവും, 4 5 4 5. നിത്യസമാസം ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്തത് നിത്യസമാസം. അടുത്തതായിട്ട് നിത്യസമാസമാണ്. ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്തത് നിത്യസമാസം. വൻതേൻ, ചെമ്മാനം, തൂമുത്ത്. നൻ സമാസം നിഷേധാർത്ഥത്തിൽ ന എന്ന പദത്തോട് സമാസിക്കുന്ന തൽപുരുഷനാണ് നൻ സമാസം. അശുഭം, നശുഭം ശുഭമല്ലാത്തത്. അനിർവചനീയം, നിർവചനീയം. അധാരം, നദാര്യം. അടുത്തതായിട്ട് ഇംഗ്ലീഷിൽ സിനോണിംസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ വാക്ക് അഡിയു. അഡിയു അതിൽ യാത്ര അയപ്പാണ്. അപ്പം യാത്ര അയപ്പ് ഫാർവെൽ അല്ലേ, ഫെയർവെൽ. ഇനി അഡ്മിറേഷൻ പ്രശംസയാണ്. അത് ഫ്രൈസ്. അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ അഡ്മിറേഷൻ. അഡോറേഷൻ ആണ് ആരാധന. വർഷിപ്പ് അതുപോലെ തന്നെ റിവറൻസ്. ഇനി അഡ്രോയിറ്റ് വൈഭവമുള്ള. എക്സ്പേർട്ട് ക്ലവർ അഡ്രോയിറ്റ്. ഇനി അഫെക്ഷൻ ആണ് സ്നേഹം. ഇൻറ്റിമസി ലവ്. അലവിയേറ്റ് ലഘൂകരിക്കുക. മിറ്റിഗേറ്റ് ലൈറ്റൻ. അലുവർ എന്നാണ് കേട്ടോ, വശീകരിക്കുക. ടു എൻഡൈസ് ഫാസിനേറ്റ്. ഇനി അമിക്കബിൾ ആണ്. രമ്യമായ, ഫ്രണ്ട്ലി ആയിട്ട്. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. ഇനി ആങ്കർ കോപം. റാത്ത് അതുപോലെ തന്നെ റേജ്. ഇനി ആപ്റ്റ് അനുയോജ്യമായ. അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ ആപ്റ്റ്. അസെൻറ്റ് കയറുക. റൈസ് ക്ലൈംബ് അസെൻറ്റ് കയറുക. അസിമിലേറ്റ് ആഗിരണം ചെയ്യുക. അബ്സോർവ്. അസിസ്റ്റൻസ് സഹായം. എയ്ഡ് ഹെൽപ്പ്. ഇനി ആസ്റ്റോണിഷ് അമ്പരപ്പിക്കുക. അമേസ് സർപ്രൈസ്. ഇനി ഓതൻറ്റിക് വിശ്വാസയോഗ്യമായ, ജെനുവിനായിട്ട്. എന്താണ് ഓതൻറ്റിക്? വിശ്വാസയോഗ്യമായ, ജെനുവിൻ. ഇനി അവറൈസ് ആർത്തി ഗ്രീഡ് ക്യൂപിഡിറ്റി. ഇനി അവേഴ്ഷൻ വെറുപ്പ്. ഡിസ്ലൈക്ക് ഹോസ്റ്റിലിറ്റി ഹാട്രഡ്. ബെയ്റ്റ് പ്രലോഭിക്കുക. അലുവർ എൻറ്റൈസ്. ഇനി ബണ്ടിറ്റ് കൊള്ളക്കാരൻ. റോബർ മർഡറർ. ബാർബറസ് പ്രാകൃതമായ. സവേജ് ബ്യൂട്ടൽ അൺസിവിലൈസ്ഡ്. ബില്ലിഗ്രൻഡ് ശത്രുതാ മനോഭാവമുള്ള. ഓസ്ട്രേലിയ. ഇനി ബിമോൺ വിലപിക്കുക. ലെമൻറ്റ് ടു മൗ. ബിവിൽഡർ കുഴപ്പിക്കുക. കൺഫ്യൂസ് പെർപ്ലക്സ് ടു പസിൽ. ബ്ലെയിം കുറ്റപ്പെടുത്തുക. അക്യൂസ് കണ്ടം. ഇനി അക്യൂസ് കണ്ടം. പിന്നെ ബ്ലിസ് ആനന്ദം. ജോയ് ഹാപ്പിനെസ്. ബോഗസ് വ്യാജമായി. ഫാൾസ് കൗണ്ടർഫിറ്റ് സ്പ്യൂരിയസ്. ഫൗണ്ടേജ് അടിമത്തം. സ്ലേവറി. ബൗണ്ടേജ് ആണ് അടിമത്തം. ബ്രേവ് ധീരമായ. കറേജിയസ് ബോൾഡ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൈക്കോളജിയാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ. മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത് മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രൂട്ട്സിനാണ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രൂട്ട്സിനാണ്. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്തുവാനും പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് ഗിൽഫോർഡ്. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത നടത്തുന്ന പ്രത്യേക ആന്തരിക ഘടനയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് ഗിൽഫോർഡ്. തുടക്കത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യം ഉണ്ടാകുന്നു. ഈ പ്രേരണ പിരിമുറുക്കം ഉണ്ടാവുകയും അതിൻ്റെ ലഘൂകരണത്തിനായിട്ട് പ്രവർത്തിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യോന്മുഖമായി തീരുകയും
ലക്ഷ്യോന്മുഖമാവുകയും അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിലെത്തുകയും ആവശ്യം തൃപ്തമാവുകയും പ്രേരണയോടെ ശക്തി അവസാനിക്കുകയും ചെയ്യുന്നു. അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, മത്സരം, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്. അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ സമ്മാനം, പ്രശംസ, അംഗീകാരം. അഭിപ്രേരണ രണ്ട് വിധത്തിൽ സംഭവിക്കുന്നു: ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. ബാഹ്യമായ പ്രേരണ കൂടാതെ ഉള്ളിൽ നിന്നും സ്വയം ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്ന പേരിലും ആന്തരിക അഭിപ്രേരണ അറിയപ്പെടുന്നു. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായിട്ടുള്ള ആകാംക്ഷയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം നൈസർഗിക വാസനയാണ്. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകരണത്താലോ പ്രേരിതമാകുമ്പോൾ അതിൻ്റെ ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നു. ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന പ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ. നേടാനുള്ള അഭിപ്രേരണ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് മക്ക്ലെലൻഡാണ്. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ. ലക്ഷ്യം നേടാനുള്ള അഭിവാഞ്ഛ കൂടുന്തോറും അഭിപ്രേരണയും കൂടുന്നു. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പോകുന്തോറും അഭിപ്രേരണയുടെ തോതിലും വ്യത്യാസം ഉണ്ടാകുന്നു. പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം പ്രേരണയാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? പരാജയഭീതി, മത്സരം, അഭിരുചി ഇവയെല്ലാം. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബാഹ്യ പ്രേരണ. ഇനി സമായോജന ക്രിയാതന്ത്രങ്ങളാണ്. സമായോജനം: ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുകയും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളാണ് സമായോജനം. സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വയം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നത് സമായോജനം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ: സ്വന്തം വ്യക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ, സ്വയം ബഹുമാനിക്കുന്നതും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുമുള്ള കഴിവ്, പെരുമാറ്റങ്ങളിലുള്ള അഴവ്, പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, യഥാർത്ഥ ബോധത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണം, ചുറ്റുപാടുകളുള്ള ഇണങ്ങിച്ചേരാനുള്ള കഴിവ്, മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുവാനുള്ള കഴിവ്. സമായോജന തന്ത്രങ്ങൾ: മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കുവാനോ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ, പ്രതിരോധ തന്ത്രങ്ങൾ. പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ: നിഷേധം, പ്രക്ഷേപണം, താദാത്മീകരണം, ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, അനുപൂരണം, പശ്ചാത്ഗമനം, ആക്രമണം, നിഷേധവൃത്തി, പ്രതിസ്ഥാപനം, സഹാനുഭൂതി, പ്രേരണം, പിൻവാങ്ങൽ, ഒട്ടകപക്ഷി മനോഭാവം, പ്രതിക്രിയാ വിധാനം, ഭ്രമകൽപ്പന, വൈകാരിക അകൽച്ച, അന്തർക്ഷേപണം, അഹം കേന്ദ്രീകത്വം, ശ്രദ്ധാഗ്രഹണം, ആദേശം ചെയ്യൽ. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയ ഇതിന് ഉദാഹരണമാണ്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. സ്വന്തം പോരായ്മകൾ മറക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. നിരാശാബോധത്തിൽ നിന്നും സ്വയം മോചിതനാകുന്നതിനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താദാത്മീകരണം. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുന്നതാണ്. അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും തൻ്റെ വിജയമായിട്ട് സ്വന്തം കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. ഇനി അടിച്ചമർത്തലാണ്. വേദനാജനകമായ വസ്തുക്കളെയോ മനസ്സിൽ ബോധമണ്ഡലത്തിൽ നിന്നും അബോധ മണ്ഡലത്തിലേക്ക് ബോധപൂർവം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ. പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായിട്ട് അവൻ ധനികനല്ലേ, അവന് അതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറയുന്ന ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. യുക്തീകരണം രണ്ട് തരത്തിലുണ്ട്: പുളിക്കുന്ന മുന്തിരിങ്ങാ ശൈലിയും മധുരിക്കുന്ന നാരങ്ങാ ശൈലിയും. സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം. ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണം: പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിവില്ലാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ്
പശ്ചാത്ഗമനം. ഉദാഹരണമായി, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം. മോഹഭംഗത്തിൽ നിന്നും ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി. നിരാശ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതികരണം എന്നോണം ചിലർ നിഷേധവൃത്തി മനോഭാവക്കാരായി മാറുന്നു. പ്രശ്നങ്ങളെയോ തടസ്സങ്ങളെയോ നേരിടാൻ ഇക്കൂട്ടർ വിസമ്മതിക്കുന്നു. അതിനാൽ അവർ കലശപ്രിയരും മുരണ്ട സ്വഭാവമുള്ളവരുമായി തീരുന്നു. നാം എന്തെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം. ഇത് മാനസിക സംഘർഷത്തിന് വഴിതെളിക്കും. ഈ സംഘർഷം ലഘൂകരിക്കുവാനോ ഇല്ലാതാക്കുവാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തൃപ്തി നേടുന്നു. ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറെയൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം. ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നഴ്സായിട്ട് തീർന്ന് സ്വയം തൃപ്തി നേടുന്നു. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നു. ഉദാഹരണം, പരീക്ഷയിൽ പരാജിതനായ ഒരു കുട്ടി തൻ്റെ കഠിന പ്രയത്നം, അധ്യാപകന്റെ പക്ഷാപാതമായ പെരുമാറ്റം, സഹപാഠികളുടെ അനീതി എന്നിവ വിശദീകരിച്ച് അന്യരുടെ അനുകമ്പ നേടാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്നും പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ. ഇതൊരു ഭീരുത്വമാണെന്ന് പറയാം. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവൻ രംഗങ്ങളിൽ നിന്നും ഓടിമറയുന്നു. വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അവനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുന്ന സാധാരണമാണ്. ഒട്ടക പക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അത് തല മണലിൽ പൂഴ്ത്തിവെക്കുന്നു. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കുവാനുള്ള ഈ പ്രവണതയാണ് ഒട്ടകപക്ഷി മനോഭാവം. ഉദാഹരണം, അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടികൾ മറ്റെന്ത് ശ്രദ്ധിച്ചിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നത്. ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികൾ ഉണ്ടാകും. ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാ വിധാനം. ഇഷ്ടമില്ലാത്ത ആളിനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചേക്കാം. ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്ന് വരില്ല. പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക സാധാരണമാണ്. വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹത്തിൽ എത്തിച്ചേരുന്നത് സങ്കല്പിക്കുന്ന ഭ്രമകൽപ്പന. ഇത്തരം ഭ്രമകൽപ്പനകൾ അനാരോഗ്യകരമാണ്. കാരണം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ഈ ഒളിച്ചോട്ടം ഇച്ഛാഭംഗത്തിനും നിഷ്ക്രിയത്വത്തിനും വഴിതെളിക്കും. ഇനി, പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചാൽ നിരാശക്കും ഉത്കണ്ഠയ്ക്കും ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച. നിരാശയോ വേദനയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനുള്ള പ്രവണതയാണിത്. അന്യരിൽ നിന്നും അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യകളിൽ ഭാഗമാകുന്നതാണ് അന്തർക്ഷേപണം. മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടക്കുന്നു. പ്രത്യേകമായ പരിഗണനയും കൂടെ പ്രശംസയും ലഭിച്ചു വരുന്ന കുട്ടികൾ അഹം കേന്ദ്രീകൃതരായി മാറിയെന്ന് വരാം. തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേറെ മാർഗങ്ങൾ അവർ കൈക്കൊണ്ടെന്ന് വരാം. ഇതാണ് അഹം കേന്ദ്രീകൃത തത്വം. കുട്ടികളുടെ ദുശ്ശാഠ്യം അതിന് ഉദാഹരണമാണ്. അഹം കേന്ദ്രീകൃത സ്വഭാവം അതിശക്തമായാൽ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഉണ്ടാകും. കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യരായാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കും. ശിശുവിൻ്റെ പ്രധാന ഉപാധി കരച്ചിലാണ്. കുറച്ചുകൂടി പ്രായം ചെന്നാൽ ചോദ്യം ചോദിക്കും, പിണങ്ങും, വല്ലതും വിളിച്ചു പറയും, നിഷേധ പ്രകടനവും ഉണ്ടായെന്ന് വരും. അരക്ഷിത ബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഇതിന് ഉദാഹരണമാണ്. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുക സ്വഭാവമാണ്. ആദേശം ചെയ്യൽ. മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കുന്നു. ഇനി അപസമായോജനമാണ്. അപസമായോജനം ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം. വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപസമായോജനം. ഒരു വ്യക്തിയിൽ അപസമായോജനത്തിന് ഇടയാകുന്ന സാഹചര്യങ്ങൾ മോഹഭംഗം, പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവാത്ത അവസ്ഥ, മാനസിക സംഘർഷം, ദുരനുഭവം, വലിയ മനപ്രയാസമുണ്ടാക്കിയ അനുഭവങ്ങൾ, ശാരീരിക ക്ഷമതയിലുള്ള കുറവ്, നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശക്തിയില്ലായ്മ, താഴ്ന്ന അഹംബോധം, താൻ കഴിവില്ലാത്തവനാണെന്ന തോന്നൽ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥ. വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ പ്രവർത്തിക്ക് തടസ്സമുണ്ടാകുന്ന പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ തുടങ്ങിയവ മോഹഭംഗത്തിന് കാരണമാകുന്നു. ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കമാണ് മാനസിക സംഘർഷം. മാനസിക സംഘർഷം 3 തരത്തിലുണ്ട്: സമീപന സംഘർഷം, സമീപന വർജന സംഘർഷം, വർജന സംഘർഷം. ഒരേപോലെ ഇടപെടുന്ന അല്ലെങ്കിൽ അഭിലഷണീയമായ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് സമീപന സംഘർഷം.
ഉദാഹരണം, ബാങ്കിലെ ജോലി സ്വീകരിക്കണമോ അധ്യാപക ജോലി സ്വീകരിക്കണമോ എന്ന അവസ്ഥ. ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഭിലഷണീയമായ കാര്യത്തെ നിഷേധിക്കുക അഥവാ ഒഴിവാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷമാണ് സമീപന വർജന സംഘർഷം. ഐസ്ക്രീം വളരെ ഇഷ്ടമായതും എന്നാൽ അസുഖമുണ്ടാകുമെന്നതിനാൽ ഐസ്ക്രീം കഴിക്കരുതെന്ന് അമ്മ നിർദ്ദേശിക്കുന്നതുമായ ഒരു കുട്ടിയുടെ കാര്യമെടുക്കാം. ഇവിടെ കുട്ടി ഐസ്ക്രീം കഴിക്കുവാനും ഒപ്പം അമ്മയുടെ ശകാരം ഒഴിവാക്കുവാനും ശ്രമിക്കുന്നു. അനഭിലഷണീയമായ നിഷേധാത്മകമായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് വർജന സംഘർഷം. ട്യൂഷന് പോകാൻ മടിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ പോകാതിരുന്നാൽ അച്ഛൻ ശിക്ഷിക്കും. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകുന്നതും അച്ഛൻ ശിക്ഷിക്കുന്നതും അനഭിലഷണീയമായ കാര്യങ്ങളാണ്. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള മാനസിക സംഘർഷം ഉണ്ടാകുന്നു. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സംയോജന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഈ താഴെ പറയുന്ന ഒരു സംയോജന തന്ത്രം ഏതാണ്? പ്രക്ഷേപണമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന് ഏത് സമായോജന തന്ത്രത്തിൻ്റെ ഉദാഹരണമാണ്? അനുപൂരണം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന തന്ത്രമായി പരിഗണിക്കാം? ഉദാത്തീകരണം. ക്ലാസ് ചുമലുകളിൽ വൃത്തികേടായ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകളിൽ വൃത്തിയാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല നല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? ഉദാത്തീകരണം. ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാൾക്കുപിഴവുകൾക്കും കാരണം ദമനമാണ്. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു. ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ CF ആൻഡ്രൂസ്. പുലയരാജ അയ്യങ്കാളി. ഭാരതകോകിലം സരോജിനി നായിഡു. അഭയ് സാധക് ബാബ ആംതെ. ഗാന്ധിജിയെ വിശേഷിപ്പിച്ചവർ മഹാത്മാ രവീന്ദ്രനാഥ് ടാഗോർ. രാഷ്ട്രപിതാവ് സുഭാഷ് ചന്ദ്രബോസ്. മിക്കി മൗസ് സരോജിനി നായിഡു. അർദ്ധനഗ്നനായ ഫക്കീർ വിൻസ്റ്റൺ ചർച്ചിൽ. എൻ്റെ ഒറ്റയാൾ പട്ടാളം മൗണ്ട് ബാറ്റൻ പ്രഭു. അപര ഗാന്ധിമാർ. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. അമേരിക്കൻ ഗാന്ധി ജൂനിയർ. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുകാർണോ. ഇന്തോനേഷ്യൻ ഗാന്ധി. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത. കെനിയൻ ഗാന്ധി. ശ്രീലങ്കൻ ഗാന്ധി A.T. അരിയരത്ന. ശ്രീലങ്കൻ ഗാന്ധി. ബാൾക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ. കൊസാവോ ഗാന്ധി ഇബ്രാഹിം റുഗേവ. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ആഫ്രിക്കൻ ഗാന്ധി. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷർ. ബൊളീവിയൻ ഗാന്ധി സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളീവർ. ജപ്പാൻ ഗാന്ധി കഗേവ. ഗാന ഗാന്ധി കോമി ക്രൂമ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. ആധുനിക ഗാന്ധി ബാബ ആംതെ. ഡൽഹി ഗാന്ധി നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. കേരള ഗാന്ധി K കേളപ്പൻ. ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ദണ്ഡൻ. യങ് ഗാന്ധി ഹരിലാൽ ഗാന്ധി. അഭിനവ ഗാന്ധി അണ്ണാ ഹസാരെ. ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേര. വസ്തുവിദ്യ മേഖലയിലെ ഗാന്ധി ലാറി ബേക്കർ. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം 1927. ഗുജറാത്തിയിലെ ആത്മകഥയുടെ പേര് സത്യാന പ്രയാഗോ. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം 1869 to 1921. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേയൊരു മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റെയ്മണ്ട് വോളന്റ്. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം 2007. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന സന്നദ്ധ സേവന പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. ഗാന്ധിജിയുടെ 125ാം ജന്മവാർഷികത്തിൽ ഭാരത സർക്കാർ ആരംഭിച്ച ഗാന്ധി സമാധാന പുരസ്കാരമാണ് 1995 ആദ്യമായി ഏറ്റുവാങ്ങിയത് ജൂലിയസ് നരേര. ഇന്ത്യക്കാരൻ ബാബ ആംതെ. മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിന് 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2021 മാർച്ച് 23 പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ.
ഗാന്ധിജിയും നോബലും. നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. ഗാന്ധിജി നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടത് 5 പ്രാവശ്യം. ഗാന്ധിജി നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട അവസാന വർഷം 1948. ഗാന്ധി വധത്തെ തുടർന്ന് സമാധാന നോബൽ സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷം 1948. ഗാന്ധി സിനിമ. സംവിധാനം റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്ലി. കസ്തൂർബ ഗാന്ധിയുമായി വേഷമിട്ടത് രോഹിണി ഹട്ടംഗഡി. നെഹ്റുവായി വേഷമിട്ടത് റോഷൻ സേത്. ജിന്നയായി വേഷമിട്ടത് അലിഖ് പദംസി. ഗാന്ധിജിയും പുസ്തകങ്ങളും. ഗാന്ധിജി ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് ആരംഭിച്ച ഭാഷ ഗുജറാത്തി. ഹിന്ദു സ്വരാജിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശേഷം ഗാന്ധിജിക്ക് നൽകിയ പേര് ഇന്ത്യൻ ഹോം റൂൾ. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗ. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ചിത്രകഥയാണ് ശ്രവണ പിതൃ ഭക്തി നാടക. ഗാന്ധിജി രചിച്ച കൃതികൾ: ഹിന്ദു സ്വരാജ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എത്തിക്കൽ റിലീജിയൻ, സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, ഡിസ്കോഴ്സ് ഓൺ ദ ഗീത. ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതിന് ശേഷം ഗാന്ധിജി നൽകിയ പേര് സർവോദയ. ഒരു അഴുക്കുചാൽ പരിശോധികയുടെ റിപ്പോർട്ട് ഒരു ഗാന്ധിജി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകമാണ് കാതറിൻ മേയോയുടെ മദർ ഇന്ത്യ. ഏത് പുസ്തകം വായിച്ചാലാണ് ഗാന്ധിജി തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ആകൃഷ്ടനായത്? ദ കീ ടു തിയോസഫി, മാഡം ബ്ലാവസ്കി. ഗാന്ധിജിയും മകനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ജീവചരിത്രമാണ് ഗാന്ധിസ് പ്രിസണർ. എഴുതിയത് ഉമാ ദുഫേലിയ മിസ്ട്രി. മഹാത്മാഗാന്ധി AS സ്റ്റുഡൻറ് എന്ന പുസ്തകം രചിച്ചത് AM ഉപാധ്യായ. മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങൾ: അൺ ടു ദ ലാസ്റ്റ്, കിങ്ഡം ഓഫ് റോഡ് ഈസ് വിത്തിൻ യു, ലിയോ ടോൾസ്റ്റോയ്, സിവിൽ ഡിസൊബീഡിയൻസ്, ഹെൻറി ഡേവിഡ് തോറ. ബുക്സ് എബൌട്ട് ഗാന്ധി ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ് ബയോഗ്രഫി, പ്രമോദ് കപൂർ. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ, RK നാരായൺ. ദ മെൻ ഹൂ കിൽഡ് മഹാത്മാഗാന്ധി, മനോഹർ മൽഗോഗർ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി, റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി ആൻഡ് സ്റ്റാലിൻ, ലൂയിസ് ഫിഷർ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി, ലൂയിസ് ഫിഷർ. എ വീക്ക് വിത്ത് ഗാന്ധി, ലൂയിസ് ഫിഷർ. മഹാത്മാഗാന്ധി ആസ് എ സ്റ്റുഡൻറ് എന്ന പുസ്തകം രചിച്ചത് JM ഉപാധ്യായ. മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങൾ: അൺ ടു ദ ലാസ്റ്റ്, ജോൺ റസ്കിൻ, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ലിയോ ടോൾസ്റ്റോയ്, സിവിൽ ഡിസൊബീഡിയൻസ്, ഹെൻറി ഡേവിഡ് തോറ. അറ്റ് ദ ഫീൽഡ് ഓഫ് ഗാന്ധി, രാജേന്ദ്ര പ്രസാദ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി, മഹാദേവ് ദേശായ്. ഗാന്ധി ആൻഡ് അനാർക്കി, C. ശങ്കരൻ നായർ. ഐ ഫോളോ മഹാത്മാ, KM മുൻഷി. ഗാന്ധി, ഹിസ് ലൈഫ് ആൻഡ് തോട്ട്, JB കൃപലാനി. ഗാന്ധി ആസ് നൗൺ ഹിം, ഹിന്ദുലാൽ യാഗ്നിക്. മഹിമ, ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ്, TD ടെണ്ടുൽക്കർ. ഇൻ ദ ഷാഡോ ഓഫ് ദ മഹാത്മാ, GD ബിർള. ഗാന്ധി, ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്, രാമചന്ദ്ര ഗുഹ. മഹാത്മാഗാന്ധി ലാസ്റ്റ് ഫേസ്, പ്യാരെ ലാൽ നയ്യാർ. ഗ്രേറ്റ് സോൾ, മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ജോസഫ് ലെവി വേൾഡ്. അപ്പോൾ ഇത്രയുമാണ് ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാനുള്ളത്.